നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പയ്യാവൂരിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി 949 ബാറുകളാണ് അനുവദിച്ചത്. ഒരു മാസത്തെ ബാറിന്റെ മദ്യത്തിന്റെ വരുമാനമില്ലെങ്കിൽ ഗവൺമെന്റിന് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതാണോ മദ്യനിരോധനം എന്നും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ചോദിച്ചു. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളാലും കേരളം മുങ്ങിത്താഴുമ്പോൾ പയ്യാവൂരിൽ പുതിയ മദ്യനിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെയാണ് കണ്ണൂർ ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. അങ്ങനെ അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി 9 വർഷം കൊണ്ട് ഇപ്പോൾ കേരളത്തിലുള്ളത് 949 ബാറുകളാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, അത് മദ്യനിരോധനം കൊണ്ടുവരാനാണോ? ഒരു മാസത്തെ ബാറിന്റെ വരുമാനം മദ്യവരുമാനം ഇല്ലെങ്കിൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കേരളം അകപ്പതിച്ചു. എന്നാൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനമില്ലാതെയും ഈ നാട്ടിൽ ഭരിക്കാൻ സാധിക്കുമെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെളിയിച്ചിരുന്നു. ഇനിയിപ്പോ കേരളത്തിൽ മദ്യപ്രളയമാണ്. അതിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പാലക്കാട് ബ്രൂവറിക്ക് ലൈസൻസ് കൊടുക്കുന്നു. കണ്ണൂർ ജില്ലയിലും പയ്യാവൂരും ഞാൻ മനസ്സിലാക്കുന്നത് കശുമാങ്ങിയിൽ നിന്നും മറ്റുമൊക്കെ തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ലൈസൻസ് അവിടെയുള്ള ഒരു സർവീസ് സഹകരണ ബാങ്കിന് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് സർക്കാർ. ഇപ്പൊ മദ്യ ലഭ്യത അത് കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പണം മുഴുവൻ, കൂലി ലഭിക്കുന്ന പണം മുഴുവൻ അത് മദ്യത്തിലൂടെ സർക്കാർ തന്നെ തിരികെ വാങ്ങുന്ന പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല സ്വാഗതം പറഞ്ഞു. ജില്ലാ മദ്യനിരോധന സമിതി പ്രസിഡന്റ് രഘുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റവറന്റ് സിസ്റ്റർ അഞ്ജലി, ഉമ്മർ വിളക്കോട്, ഇംതിയാസ്, അഡ്വക്കേറ്റ് ദേവദാസ്, രമ്യ നേച്ചൂർ, ജനറൽ സെക്രട്ടറിമാരായ IC മേരി, ടി ചന്ദ്രൻ, പ്രസന്ന ലോഹിതാക്ഷൻ, കുഞ്ഞമ്മ തോമസ്, പ്രമീള രാജൻ, വർഗീസ് KG, മഹിളാവേദി ജില്ലാ പ്രസിഡന്റ് NP പത്മജ, മധു കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.